അങ്ങനെ ആ ദിവസം വന്നിട്ട് ഫൈനലി ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു ഖത്തർ ഫോർ എ ഷോർട്ട് വൈൽ. ഖത്തറിലുള്ളവർക്കറിയാം ഇപ്പം രാവിലെ ഏതാ രാത്രി ഏതാ നമുക്ക് തിരിച്ചറിയാത്ത ചൂട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചെറിയ പേടിയുണ്ടെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് അധികമായിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ എക്സിറ്റ് സീറ്റ് ചോദിച്ചങ്ങ് വാങ്ങി. അങ്ങനെ ഫുൾ കോൺഫിഡൻസ് ഉണ്ടെന്ന് വിശ്വസിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറി. ഇന്നേ വരെ തൊട്ടുപോലും നോക്കാതെ ഈ സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ബുക്കൊക്കെ എടുത്ത് ഞാൻ നല്ലോണം ഇരുന്ന് പഠിച്ചു. അതേപോലെ തന്നെ എന്നും ഈ ആംഗ്യഭാഷയിൽ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരു വില പോലും വെക്കാറില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും അവരുടെ നോക്കി പഠിച്ചു വെക്കുന്ന നോക്കിയപ്പോൾ ആള് പോയി എന്റെ പിന്നിൽ നിന്നു. സാരല്ല, തൽക്കാലം പിന്നിലേക്ക് വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ പിന്നെ ഫുഡ് വന്നു. അൽഹംദുലില്ലാ ഹയർ നല്ലൊരു ഭക്ഷണം കിട്ടി. വിശപ്പിന് ഒരു സമാധാനം. നാട്ടിലെത്തി എന്നുള്ളത് അറിയാനുണ്ടായിരുന്നു, കാരണം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ നല്ല മഴയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ബിക്കോസ് ഞാൻ ആരോട് പറയാതെയാണ് നാട്ടിലേക്ക് എത്തിയത്. അതായത് നമ്മുടെ സർപ്രൈസ് വീഡിയോ വരാൻ പോകുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഓക്കെ, ബൈ.